തുടങ്ങിയിട്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അൽഹംദുലില്ലാ, കഴിഞ്ഞ ക്ലാസ്സിലെ ഇബ്ലീസിനെ പറ്റിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഫ്രണ്ടിൽ കൂടെ ബാക്കിൽ കൂടെ ഉപദ്രവിക്കാൻ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ബാക്കി വലത് ഭാഗത്തു നിന്ന് എങ്ങനെയാണ് നമ്മളെ വഴിതെറ്റിക്കാന്ന് നോക്കാം. മൂന്നാമതായിട്ട് അള്ളാഹു പറയുന്നത്, പിശാച് പറയുന്നതായിട്ട് വഅൻ ഐമാനിഹിം എന്നാണ്. ഇവിടെ ഐമാനിഹിം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം യമീനിഹിം എന്നല്ല, ഐമാനിഹിം എന്നാണ് പറയുന്നത്. ഐമാനിഹിം എന്നുള്ളത് അതൊരു ബഹുവചനാണ്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമുണ്ട്. കാരണം വലത് ഭാഗത്തു നിന്നുള്ള പിശാചിന്റെ അക്രമം കുറച്ചുകൂടി ശക്തമാണ്. ഐമാൻ എന്ന പദം വലത് ഭാഗത്തെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ശക്തമായിട്ടുള്ള കരാറുകളെയും പ്രതിജ്ഞകളെയും കുറിക്കാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. വലത് ഭാഗം എന്നത് പൊതുവെ നന്മയെ കുറിക്കാനാണ് ഉപയോഗിക്കാറുള്ളത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല കാര്യങ്ങളൊക്കെ നമ്മളോട് വലതിനെ മുന്തിപ്പിച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വലത് ഭാഗത്തുനിന്ന് വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കാനും, ചെരുപ്പിടുമ്പോൾ വലത് ഭാഗത്തോട് ഇടാനും, വീട്ടിൽ കയറുമ്പോൾ വലത് ഭാഗം, അങ്ങനെ വലത് ഭാഗം പൊന്തിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ വലത് ഭാഗം നന്മയെ കുറിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതാണ്. അള്ളാഹു സ്വർഗാവകാശികളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അസ്ഹാബുൽ യമീൻ എന്നാണ്, വലത് പക്ഷക്കാർ എന്നാണ് പറയുന്നത്. ഇതിലൂടെ മനസ്സിലാക്കുക വലത് എന്നത് നന്മയെ കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന്. അതേപോലെ മരണാന്തര ജീവിതത്തിലും വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വലത് എന്നത് നന്മയെ കുറിക്കണ ഭാഗമാണ്. ഈ ഭാഗത്ത് നിന്ന് ഇബ്ലീസ് നമ്മളെ എങ്ങനെയാണ് ഉപദ്രവിക്കുക? സത്യത്തില് വലത് ഭാഗത്തുകൂടെ, നന്മയുടെ ഭാഗത്തു കൂടെ മുന്നേറുന്ന ആൾക്കാരനെയാണ് ഇബ്ലീസിന്റെ അക്രമങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ആ ആൾക്കാർക്കാണ് ഉണ്ടാവുക. കാരണം ആ ഒരു ഭാഗമാണ് ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഭാഗം. ഇതിനൊരു ഉദാഹരണമാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞിട്ടുള്ളത്? പിശാചിൽ നിന്ന് രക്ഷ ചോദിച്ച് പാരായണം ചെയ്യാനാണ് പറയുന്നത്. ഒന്നാമതായിട്ട് ഇബ്ലീസ് വലത് ഭാഗത്ത് നിന്ന് അറ്റാക്ക് ചെയ്യുന്ന പറയുന്നത് നമ്മുടെ നന്മയിൽ നമുക്ക് അഭിമാനം തോന്നിപ്പിക്കും. നാം മറ്റുള്ള ആളുകളെക്കാൾ കൂടുതൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കൊടുത്തിടും പിശാച്. ഇത് പിശാചിന്റെ വസ്വാസാവിന്റെ മന്ത്രമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഒരാള് രാത്രി നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നിയത്ത് വെച്ചിട്ട് കിടന്നുറങ്ങുകയാണ്. പക്ഷെ ആ ആള് ഉറങ്ങിപ്പോയി. പിന്നെ സുബഹിക്കാണ് എഴുന്നേക്കുന്നത്. ആ രാത്രി നമസ്കാരം നഷ്ടപ്പെട്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ആൾക്ക് ഭയങ്കര സങ്കടാവാണ്. പക്ഷെ വേറൊരാള് രാത്രി നിസ്കരിച്ച് സുബഹി നിസ്കാരത്തിന് ശേഷം ആള് കിടന്നുറങ്ങുകയാണ്. എന്നിട്ട് മറ്റുള്ള ആൾക്കാരെ കാണുമ്പോൾ ആള് വിചാരിക്കുകയാണ് ഇവരെക്കാളൊക്കെ എത്രയോ ഉത്തമൻ ഞാനാണ് എന്ന്. പക്ഷെ പണ്ഡിതന്മാര് പറയുന്നത് യഥാർത്ഥത്തില് ആദ്യം രാത്രി നമസ്കരിക്കാണ്ട് ഉറങ്ങിപ്പോയ ആളാണ് ശരിക്കും, അതിന്റെ പേരിൽ ഖേദിക്കുന്ന ആളാണ് ശരിക്കും ഉത്തമനെന്ന്. കാരണം മറ്റുള്ളവരെക്കാൾ ഉത്തമൻ ഞാനാണെന്ന് ചിന്തിക്കാനുള്ള ലൈസൻസ് ആയിട്ട് നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ എടുക്കരുത്. ഇത് ഇബ്ലീസിന്റെ മന്ത്രാണ്. ആദം നബി അലൈഹിസ്സലാമിനെ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ പിശാച് എന്താ പറഞ്ഞത്? ഞാൻ മികച്ചവനാണെന്ന്. അപ്പൊ ഈ ഒരു മന്ത്രം നമ്മുടെ മനസ്സിലും ഇബ്ലീസ് കൊടുന്നിട്ട് വരും. നന്മയിൽ മുന്നേറുന്ന ആളുകളെ വ്യത്യസ്ത രീതിയിലാണ് ഇബ്ലീസ് വന്ന് ആക്രമിക്കുക. ഓരോരുത്തരുടെയും പ്രത്യേകമായിട്ട് പഠിച്ചിട്ടാണ് ഇബ്ലീസ് അവരെ ഉപദ്രവിക്കുക. ഓരോരുത്തരുടെ രീതി മനസ്സിലാക്കിയിട്ടാണ് അവരെ ഉപദ്രവിക്കുക. നന്മയിൽ മുന്നേറുന്ന ഒരു സാധാരണക്കാരന്റെ അടുത്ത് എടുക്കണ തന്ത്രം ആവില്ല നന്മയിൽ മുന്നേറുന്ന ഒരു പണ്ഡിതന്റെ അടുത്ത് വന്നിട്ട് എടുക്കാം. പണ്ഡിതൻ ഒരു പക്ഷെ ലോകമാന്യതയും മറ്റുള്ളവരെക്കാൾ അറിവ് എനിക്കാണ്, അതല്ലെങ്കിൽ അസൂയൊക്കെ വെച്ചിട്ടാവും പിശാച് കീഴടക്കുക ഈ പണ്ഡിതനെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് നരകത്തിൽ കിടക്കണ 4 ആൾക്കാരെ പറയുന്നത്, അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഒരു ആലിമിനെയാണ്. കാരണം താൻ ഒരു വലിയ പണ്ഡിതനാണെന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആള് ഇൽമ നേടിയത്. ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് ഇബ്ലീസാണ്. നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയാനും നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാനും പോലെ ഉമ്മാന്റെ അടുത്ത് ഇതുണ്ടല്ലോ. ഓഫാക്കി. അങ്ങനെ ഒരു നല്ല നിയത്താണ് നമ്മൾ വെക്കേണ്ടത്. മറ്റുള്ളവരോട് തർക്കിക്കാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ എയിം എടുക്കണമെന്ന് വെച്ചെങ്കിൽ അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. അത് നമ്മുടെ നാശത്തിന് കാരണമായി മാറും. അതേപോലെ തന്നെ നമ്മുടെ സൽക്കർമ്മങ്ങൾ ഭംഗിയായിട്ടുള്ളതായിട്ട് ഇബ്ലീസ് നമ്മളെ തോന്നിപ്പിക്കും. നമ്മളൊക്കെ ചിന്തിക്കുകയാണ്, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല എന്തായാലും സ്വീകരിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ചെയ്യണതൊക്കെ ചെയ്ത് ഇപ്പൊ നമുക്ക് തോന്നുക നമ്മൾ ഭയങ്കര നല്ല ആളാണെന്ന്. പിന്നെ നമുക്ക് നിസ്കരിക്കാത്ത ആൾക്കാരെ കാണുമ്പോൾ പാവം തോന്നുകയാണ്. കാരണം നമ്മളിപ്പോ ഭയങ്കര വലിയ സംഭവമാണല്ലോ, അള്ളാഹ്ക്ക് വേണ്ടി കുറേ ചെയ്യുന്നുണ്ട്, അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിസ്കരിക്കാത്തവരെ കാണുമ്പോൾ നമുക്ക് പുച്ഛം തോന്നുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി വസലാം ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി വസലാമാണ് കഅബ പണിതത്. ഏതൊരാൾ നിസ്കരിക്കുമ്പോഴും അതിലൊരു ഷെയർ എന്തായാലും കഅബ പണിതതുകൊണ്ട്, നമ്മൾ കഅബക്ക് മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇബ്രാഹിം അലൈഹി വസലാമിന് കിട്ടും. സുബ്ഹാനല്ലാഹ്, ഇത് വല്ലാത്തൊരു അനുഗ്രഹമാണ് അല്ലേ? ഏത് പള്ളിയിലും വീട്ടിലും ഒക്കെ നിസ്കരിച്ചാലും അതിന്റെ ഒരു ഷെയർ പോകുമ്പോൾ എത്ര നല്ല ഒരു നന്മ ചെയ്യാനുള്ള ഭാഗ്യമാണ് ഇബ്രാഹിം നബി അലൈഹി വസലാമിന് കഴിഞ്ഞേക്കുന്നത്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി വസലാം എന്താണ് ദുആ ചെയ്യുന്നത്? റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. ഞങ്ങളുടെ റബ്ബെ, ഞങ്ങളിൽ നിന്ന് ഇതിനെ സ്വീകരിക്കണമേ എന്ന്. കാരണം ഇബ്രാഹിം നബി അലൈഹി വസലാമിന് ഉറപ്പില്ല ഇത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവുമെന്ന്. എന്നിട്ടാണ് നമ്മളൊരു നിസ്കാരം നിസ്കരിച്ചിട്ട് അള്ളാഹ് അതൊക്കെ സ്വീകരിച്ചെന്ന് വിചാരിച്ചിട്ട് നടക്കണേ. അള്ളാഹ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്കണത്. അതേപോലെ നമ്മളെ ചെറിയ തിന്മകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ചെറിയ തിന്മകൾ നമ്മുടെ നമസ്കാരം കൊണ്ട് മായ്ച്ചു കളയുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ എന്തായാലും ചെറിയ തിന്മ ചെയ്താൽ എന്താ കുഴപ്പം, നിസ്കാരം കൊണ്ട് ഇത് മായ്ച്ചു കിട്ടൂലോ എന്ന്. പക്ഷെ സത്യത്തിൽ ഈ നിസ്കാരം സ്വീകരിച്ചോന്ന് പോലും നമുക്കൊരു ഉറപ്പുമില്ല. ഇബ്രാഹിം നബിക്ക് പേടിയായിരുന്നു, എന്റെ നിയ്യത്ത് തെറ്റിയിട്ടുണ്ടാവോ, ഈ കല്ല് ഞാൻ കറക്റ്റ് സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ടാവോ, എന്നിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ ഇത് സ്വീകരിക്കണേന്ന്. ഇബ്രാഹിം നബിക്ക് ഇങ്ങനെ ഒരു ചിന്തയിരുന്നില്ലേ, നമ്മളൊക്കെ എത്രമാത്രം പേടിക്കണം നമ്മുടെ ഇബാദത്തൊക്കെ സ്വീകരിക്കണ്ടോ എന്ന് ആലോചിച്ചിട്ട്. കാരണം നമുക്കറിയാം നമ്മുടെ ഒരു നിസ്കാരം തന്നെ എങ്ങനെയാണ്, നമ്മുടെ ചിന്തയൊക്കെ എവിടെയാണെന്ന്. ഞാൻ കുറെ നന്മകൾ ചെയ്യുന്നുണ്ട്, അപ്പൊ പിന്നെ എനിക്ക് സ്വർഗം ഉറപ്പായി, എനിക്ക് സ്വർഗത്തേക്കുള്ള ടിക്കറ്റ് കിട്ടിയെന്ന് വിചാരിക്കാണ്ട് അള്ളാഹുവോട് ദുആ ചെയ്യുക ഇതൊക്കെ സ്വീകരിക്കാൻ വേണ്ടി. അള്ളാഹുടെ കാരുണ്യം കൊണ്ട് അത് സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യാം. നമ്മുടെ എല്ലാവരും തമ്മിൽ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കട്ടെ, ആമീൻ. ഇങ്ങനെയൊക്കെയാണ് ഇബ്ലീസ് നമ്മളെ വലതേ ഭാഗത്തു നിന്ന് ആക്രമിക്കുന്നത്. ഞാൻ മികച്ചവനാണ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ എന്താ ചിന്തിക്കുക, ഇനി മറ്റുള്ളവരെ ഞാൻ നന്നാക്കണം എന്ന്. അതിനു വേണ്ടിയിട്ടാവും പിന്നെ നമ്മുടെ പരിശ്രമം. അതിനൊരു കോമഡി ആയിട്ട് ആള് പറയണത്, ഒരു ഭർത്താവ് ടിവിയില് പലസ്തീനെ ഇസ്രായേലാണ് ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് കിടന്ന് കരയാണ്. അദ്ദേഹം കരയണത് കാണുമ്പോൾ ബാക്കിൽ നിന്നിട്ട് ആളുടെ ഭാര്യ അത്ഭുതപ്പെടുകയാണ്. കാരണം ഈ ഭാര്യനെ തലേ ദിവസം പിടിച്ച് തല്ലിയിട്ടാണ് ഇയാൾ ഇവിടെ വന്നിരുന്നിട്ട് കരയണത്. ഭർത്താവ് ശരിക്കും വീട്ടിലൊരു ഇസ്രായേൽ പട്ടാളക്കാരനാണ്, അത് ആള് മറന്നിട്ട് ഇസ്രായേൽക്കാരെ കുറ്റപ്പെടുത്തുകയാണ്. ഇതേപോലെ സ്വയം കാര്യം മറന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി ഇബ്ലീസ് നമ്മളെ പ്രേരിപ്പിക്കും. നമ്മളെ എന്തേലും ഒരു ക്ലാസ് കേൾക്കുമ്പോൾ അത് നമ്മൾ എന്താ വിചാരിക്കുക, നമുക്ക് തോന്നുകയാണ് എൻ്റെ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരി അവർ ഈ ക്ലാസ് എന്തായാലും കേൾക്കണം എന്ന്. അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരികയാണെന്ന് വെച്ചെങ്കിൽ അത് ഇബ്ലീസിൽ നിന്നുള്ള ചിന്തയാണ്. ആ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹു എന്താ പറയണത്? നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നാണ്.
അപ്പൊ ആദ്യം നമ്മൾ നന്നാവണം. ആദ്യം നമ്മളോട് നന്നാവാനാണ്, നിങ്ങളെ സംരക്ഷിക്കാനാണ് പറയുന്നത്. അതിനുശേഷം മാത്രമേ നമ്മുടെ കുടുംബത്തിന്റെ അടുത്തേക്ക് പോലും പോകേണ്ട ആവശ്യമുള്ളൂ. അള്ളാഹു സൂറത്ത് ഫുസ്സിലത്തിൽ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരേക്കാൾ മികച്ചവനായിട്ട് ആരുണ്ടെന്ന്. അപ്പൊ അള്ളാഹുവിലേക്ക് ദഅവ ക്ഷണിക്കുക എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ ക്ഷണിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ ആയത്തിൽ ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എന്താണ്? സൽക്കർമ്മങ്ങൾ സ്വയം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നാണ് പറഞ്ഞത്. അതിനുശേഷം പറയുന്നത് താൻ മുസ്ലിമുകളിൽ പെട്ടവനാണ് എന്നാണ്. ഞാൻ മറ്റുള്ളവരെക്കാൾ ഉയർന്നവനാണ് എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ അവരിൽ പെട്ടവനാണ്, ഞാൻ അവരിൽ പെട്ട ഒരു മുസ്ലിം ആണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ മറ്റുള്ളവരെ നമ്മൾ ദീനിലേക്ക് ക്ഷണിക്കുന്നതിനോടൊപ്പം നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ നന്നാക്കുക. അതിനോടൊപ്പം നമ്മൾ വിചാരിക്കണം, അവനേക്കാൾ മികച്ചവനല്ല, ഞാൻ അവൻ്റെ ഒപ്പം പെട്ട ഒരു മുസ്ലിം ആണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവണം. ഇങ്ങനെയല്ല നമ്മുടെ ചിന്ത എങ്കിൽ മറ്റുള്ളവർ നമ്മുടെ നെഗറ്റീവ്സ് പറഞ്ഞു തരുമ്പോൾ, നമ്മുടെ തെറ്റുകൾ നമുക്ക് തിരുത്തി തരുമ്പോൾ നമുക്ക് അവിടെ അഹം എന്നുള്ള ഭാവം ഉണ്ടാവുകയാണ്. അത് നമുക്ക് വല്ലാത്തൊരു ചൊറിച്ചിലായിട്ട് മാറും. ഇങ്ങനെയാണ് ഇബ്ലീസ് നമ്മളെ വലത് ഭാഗത്ത് കൂടി കീഴടക്കുക. ഇത് ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ചെയ്യണ ഓരോ നന്മയും യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന അവസരമാണത്, അനുഗ്രഹമായിട്ട് നമ്മൾ കരുതുക. അതല്ലാതെ ഈ കർമ്മങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചതാണെന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് അള്ളാഹിനെ ശുക്ർ ചെയ്യുക. ഈ ഒരു ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം എനിക്ക് തന്നോലോ റബ്ബി എന്ന് ആലോചിച്ചിട്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്യാം. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ പുകഴ്ത്തിയാലും താഴ്ത്തിയാലും നമുക്ക് അതിലൊരു വിഷമം ഉണ്ടാവില്ല. അതിലെന്തെങ്കിലും കുറ്റം മറ്റുള്ളവർ പറയുകയാണെച്ചെങ്കിൽ പോലും നമുക്ക് അതിലൊരു വിഷമം തോന്നില്ല. കാരണം അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ ചെയ്തേക്കുന്നത്. ഇനി അവർ പറഞ്ഞു തരുമ്പോൾ അതിൽ തെറ്റാണ് നമ്മൾ ഉണ്ടെച്ചെങ്കിൽ നമ്മളത് തിരുത്താൻ വേണ്ടി നോക്കും. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റില്ലാതെ നമുക്ക് ഉറപ്പുണ്ടെച്ചെങ്കിലും ജസാക്കല്ലാഹ് ഖൈറ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുക. അവരിതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവണ്ട. പക്ഷെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് അവരെ നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു തരുമ്പോൾ ആ തെറ്റ് നമ്മൾ ചിലപ്പോൾ കൂടുതൽ ചെയ്യാം, നമുക്ക് വാശി കയറും. വേറെ രീതിയിൽ വലത് ഭാഗത്ത് നിന്ന് ആക്രമിക്കുന്നത്, ഖുർആൻ മുത്തഖീങ്ങൾക്ക് മാർഗദർശനമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഖുർആൻ കാരണം നിരവധി ആൾക്കാർ വഴിപിഴക്കും എന്ന് പറയുന്നുണ്ട്. ഒരു ഖുർആൻ കാരണം തന്നെ അത് ഹുദ ആണെന്നും മുത്തഖീങ്ങൾക്ക് ഹുദ ആണെന്നും അതേ ഖുർആൻ വഴി പിഴപ്പിക്കാനും പറയുന്നു. ഏറ്റവും വലിയ നന്മയും തിന്മയായി മാറ്റാൻ പിശാചിന് വേണ്ടി കഴിയും. പരിശുദ്ധ ഖുർആന് സന്മാർഗം വേണം എന്നുള്ള നിയത്ത് കൊണ്ട് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഇബ്ലീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരുടെ നെയ്യത്ത് തെറ്റാണെങ്കിൽ, നമ്മുടെ നെയ്യത്ത് തെറ്റായിട്ട് നമ്മൾ ഇത് പരിശുദ്ധ ഖുർആനെ സമീപിച്ചാല് ഇതേപോലെ വഴി പിഴക്കുന്ന കൂട്ടത്തിൽ നമ്മളും പെടും. ഉദാഹരണത്തിന് ഖുർആൻ നല്ല നിയത്തോട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും അത്ഭുതമായി പോകും. സുബ്ഹാനല്ലാഹ്, നമുക്ക് മനസ്സിലാവും ഇതൊരിക്കലും ഒരു മനുഷ്യവചനം അല്ലാന്ന്. നമുക്ക് ശരിക്കും അത്ഭുതമാവും സുബ്ഹാനല്ലാഹ് ഖുർആൻ പഠിക്കുമ്പോൾ. പക്ഷെ ഫ്രീ തിങ്കേഴ്സ്, ദൈവമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഖുർആൻ പഠിക്കുന്നത് തർക്കിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടത് ദുനിയാവ് മാത്രമല്ലോ, ആഖിറം എന്ന് പറയുന്ന ഒരു സംഭവമില്ല, അങ്ങനെ അവർക്ക് വരുത്തി തീർക്കണം. എന്നാലല്ലേ ദുനിയാവിൽ തെറ്റുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തർക്കിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പഠിച്ചു വെച്ച് അതിനുള്ള ചില ആയത്തുകൾ അവരെന്തെങ്കിലുമൊക്കെ ഖുർആനിൽ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചുണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് അവർ തർക്കിക്കും. അങ്ങനെ സത്യവിശ്വാസികളുടെ മനസ്സിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെ അവരെ മനസ്സിങ്ങനെ കിടന്ന് വട്ടം കറങ്ങും. പക്ഷെ ആൾ ഖുർആൻ മുഴുവൻ പഠിക്കുകയാണെങ്കിൽ, യഥാർത്ഥ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ആർക്കും മനസ്സിലാവും ഇത് അവർ പറയുന്നത് എന്താ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ ശരിക്കും ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ, അവർക്ക് മനസ്സിലാവും ശരിക്കുള്ള രീതിയിലാണ് പഠിക്കുന്നത് വെച്ചെങ്കിൽ ഇത് ഒരിക്കലും ഒരു മനുഷ്യവചനം അല്ലാന്ന്. പിന്നെ വലത് ഭാഗത്തുനിന്ന് ഇബ്ലീസിന്റെ അക്രമത്തിനുള്ള വേറൊരു ഉദാഹരണമാണ് നമ്മുടെ മതത്തിലെ തത്വങ്ങളെ വേറെ ഒരാളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഉപയോഗിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ മതം നൽകിയിട്ടുള്ളത്. പകരം അത് നമ്മുടെ ഹൃദയത്തിലേക്കുള്ള ഉത്ബോധനമായിട്ടാണ് നൽകിയിട്ടുള്ളത്, ഹുദ ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. ഇതിന് പകരം നമ്മൾ വളച്ച് തിരിച്ചിട്ട് ഉപയോഗിക്കുകയാണ് ചില സമയത്ത്.
ഒരു ഉദാഹരണമായിട്ടാ പറയാന്ന് വെച്ചെങ്കിൽ നമ്മള് എപ്പോഴും കുട്ടികളോട് അവരെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് പറയും അള്ളാഹ് എന്നെ തീക്കിടൂട്ടാന്ന്. ശരിക്കും അറിയാം കുട്ടികളൊന്നും അള്ള തീക്കിടാൻ പോകുന്നില്ലാന്ന്. പക്ഷെ അവര് ചിലപ്പോ ചെറിയ തെറ്റം ചെയ്തിട്ടുണ്ടാകും, കുറുമ്പ് എന്തേലും കാട്ടിയിട്ടുണ്ടാവും, അപ്പൊ പറയണ് അള്ളാഹ് എന്നെ തീക്കിടൂട്ടാന്ന്. ഇങ്ങനെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് അള്ളാഹിനെ പേടിയാവണം. അള്ളാഹിനോടുള്ള ആ സ്നേഹം, കാരുണ്യം, അതൊന്നും അള്ളാഹുടെ സ്നേഹം എന്താ, കാരുണ്യം എന്താ, അതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അള്ളാഹിനൊരു ഭീകരമായിട്ട് ഒരു പേടിയുള്ളൊരു, നമ്മക്കും ആദ്യം എന്നൊക്കെ വെച്ചാൽ അള്ളാഹുവിനെ പേടിയായിരുന്നു. പിന്നെ പഠിച്ചു വന്നപ്പോഴാണ് അള്ളാഹുവിന്റെ കാരുണ്യമൊക്കെ നമുക്ക് മനസ്സിലായത്. പക്ഷെ ഈ കുട്ടികൾ സ്ഥിരമായത് കേൾക്കുമ്പോൾ ആ കുട്ടികൾക്ക് അള്ളാഹുവിന്റെ ഒരു ദേഷ്യം പോലെയും, അള്ളാഹുവിന്റെ അള്ള നിന്നെ എപ്പോ തിരിഞ്ഞാലും അള്ള നിന്നെ തീക്കിടൂട്ടാന്ന് പറയുമ്പോൾ. ഇനി അവസാനമായിട്ട് വലത് ഭാഗത്തുനിന്ന് പറയണത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഏതൊരു കാര്യത്തിനും ഓരോ കാര്യങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാവും, പ്രിയോറിറ്റീസ് ഉണ്ടാവും. ആ പ്രിയോറിറ്റീസ് മറന്നിട്ട് നമ്മൾ മതത്തെ സമീപിക്കുന്നതും അത് ഇബ്ലീസിൽ നിന്നാവും. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മതത്തിൽ ഓരോ പ്രിയോറിറ്റീസ് തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അതല്ലാണ്ട് തല തിരിച്ചിട്ട് ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു കമ്പനിയിൽ ജോലി കയറി, അപ്പൊ മാനേജർ നമുക്ക് ആദ്യമായിട്ട് വന്നിട്ട് നമുക്കൊരു ടാസ്ക് തരികയാണ്. നമുക്കൊരു 3 ടാസ്ക് നൽകുന്നുണ്ട്. എന്നിട്ട് പറയണം ഒന്നാമത്തെ നീ എന്തായാലും ചെയ്യണം, അത് നിർബന്ധമാണ്. എന്നിട്ട് 2ഉം 3ഉം ചെയ്യണം. അതിനുശേഷം സമയം ഉണ്ടെങ്കിൽ ഈ 4ഉം 5ഉം ചെയ്തോ, അപ്പൊ എനിക്ക് കൂടുതൽ റിവാർഡ് കിട്ടും, എനിക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും അതുകൊണ്ട്. പക്ഷെ വീണ്ടും വന്ന് ഓർമ്മിപ്പിക്കുന്ന ആള് ഒന്നാമത്തെ കാര്യം നിർബന്ധമായിട്ട് ചെയ്യണം, അത് ഒഴിവാക്കാൻ പാടില്ല. എന്നിട്ട് ആള് പോയി. അപ്പൊ നമുക്ക് ആള് പോയതിനു ശേഷം തോന്നുകയാണ് അവിടെ ഇരിക്കുമ്പോ നമ്മൾ ആ വർക്കൊക്കെ നോക്കി ഇതൊക്കെ നോക്കുമ്പോ നമുക്ക് തോന്നുന്നു 1ഉം 2ഉം 3ഉം കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ, അത് കുറച്ച് ടാസ്ക് ഉള്ള കാര്യം. പക്ഷെ 4ഉം 5ഉം ഈസിയാണ്, എന്നൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് 4ഉം 5ഉം, നമുക്കത് ചെയ്യാനാണ് ഇഷ്ടം. അപ്പൊ അന്നത്തെ ദിവസം കുത്തിയിരുന്നിട്ട് ഫുള്ള് 4ഉം 5ഉം 4മത്തെ 5മത്തെ കാര്യം നമ്മളുടെ കുറെ സമയം എടുത്തിട്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് ബോസ് വന്നപ്പോ നമ്മൾ പറയണ ഞാൻ 1ഉം 2ഉം 3ഉം ചെയ്തിട്ടില്ല, പക്ഷെ 4ഉം 5ഉം ഏറ്റവും മികച്ചതായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ആ ബോസിന്റെ മറുപടി എന്താവും? അപ്പൊ തന്നെ ആ ജോലിയിൽ നിന്ന് നമ്മളെ പിരിച്ചുവിട്ടിട്ടുണ്ടാവും. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ഫർലാക്കിയിട്ടുണ്ട്, ചില കാര്യങ്ങൾ സുന്നത്താക്കിയിട്ടുണ്ട്. ഫർലിലാണ് ഏറ്റവും കൂടുതൽ അള്ളാഹ് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. അതിന് പകരം നമ്മൾ നേരെ തിരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിശാചിന്റെ മന്ത്രമാണ്. നമ്മൾ ഫർള് ചെയ്യാണ്ട് നമ്മൾ സുന്നത്ത് ചെയ്യുകയാണെങ്കിൽ അവിടെയും തെറ്റ് തന്നെയാണ്. ഉദാഹരണത്തിന് ചില ആൾക്കാർ കാണാൻ റമദാനില് ഇഷാ ഒന്നും നമസ്കരിക്കില്ല, എന്നിട്ട് ആ സമയം തട്ടിമുട്ടി പോയിട്ട് വേഗം ജമാഅത്തിന്റെ കൂടെ ചേർന്നിട്ട് തറാവിയോ ഒക്കെ നിസ്കരിക്കും. അതേപോലെ തന്നെ പലിശ വാങ്ങുന്ന ആൾക്കാരുണ്ടാവും, അവര് പലിശ വാങ്ങിയിട്ട് അതിന്റെ തിന്മ മായ്ക്കാരാ പറഞ്ഞിട്ട് സദക്ക ചെയ്യും. ഇത് രണ്ടും ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര സമാധാനം. അവര് ഫർലാക്കിയ കാര്യമോ അല്ലെച്ചെങ്കിൽ അല്ല നിഷേധിച്ച കാര്യമൊന്നും ഒഴിവാക്കാണ്ടാവും ഈ കാര്യങ്ങൾ ചെയ്യുണ്ടാവാം. ഇങ്ങനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാധാന്യം കൊടുത്തതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാതെ ഇബ്ലീസിൽ നിന്നുള്ള വസ്വാസാണെന്ന്. അത് ഇബ്ലീസ് നമ്മളെ വലത് ഭാഗത്തുനിന്ന് ഉപദ്രവിക്കുന്നതിന് ഒരു ഉദാഹരണമാണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ വലത് ഭാഗത്തുനിന്ന് ഓരോരുത്തർക്കും പല പല രീതിയിലുള്ള അക്രമമായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ഇബ്ലീസ് ഒരിക്കലും നമ്മളോട് വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് വന്ന് പറയണേ നീ ഈ തെറ്റ് ചെയ്യുന്ന നമ്മളോട് ഒരിക്കലും വന്നിട്ട് ഇബ്ലീസ് പറയില്ല. അതിന് പകരം ഇബ്ലീസ് വന്നിട്ട് നമുക്ക് വസ്വാസം ഉണ്ടാക്കും. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ മദ്യപാനം, അതൊരു 100%-ൽ 90% ഡ്രിങ്ക്സും അല്ല അത് നമുക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട്. അതിലൊരു 10% മാറ്റി വെക്കണമെങ്കിൽ ഡ്രിങ്ക്സും ഫുഡ്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഹറാമാക്കിയത് ഒരു 10% ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്താ ചെയ്യാ, ഈ 10% എടുക്കാൻ വേണ്ടിയിട്ടാണ് പലരും ഓടി പോവുണ്ടാവുക. അത് ഇബ്ലീസിന്റെ കുബുദ്ര ഉപയോഗിച്ചിട്ട് നമ്മൾ ഇബ്ലീസ് അവിടെ എത്തിക്കും. അതാണല്ലോ ആദം നബി നമ്മളുടെ മാതാപിതാക്കളോട് ചെയ്തത്. ആദം നബി അലൈഹി സ്വലാമിന്റെ ഹവ്വ ബിയോട്. ജന്ന എന്ന് വെച്ചാൽ എന്താ? ജന്ന വെച്ചാല് മരങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അതും സ്വർഗത്തിൽ എന്തോരം മരങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇബ്ലീസ് എന്താ ഹറാമാക്കിയിട്ടുള്ള ആ ഒരു മരം, വിലക്കപ്പെട്ട ആ ഒരു മരം നേരെ പോയിട്ട് അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഭക്ഷിപ്പിക്കുന്നത്.
പകരം എന്താ ചെയ്യണത്? ഇവിടെ അത് കഴിക്കുകയാണെങ്കിൽ നിനക്ക് ഇവിടെ സ്ഥിരവാസം ലഭിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇബിലീസ് അത് കഴിപ്പിക്കുന്നത്. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് ഇബിലീസ് ഒരിക്കലും നമ്മളോട് ഈ ഒരു ഹറാമ് ചെയ്യെന്ന് പറയില്ല. പല രീതിയിൽ നമ്മളെ വസ്വാസം ഇട്ടിട്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. അൽഹംദുലില്ലാ, അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഇനി ഇടതേ ഭാഗത്തു നിന്നുള്ള ഭാഗം നമുക്ക് ഇൻഷാല്ലാ പിന്നെ പറയാം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. آمين 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 برحمتك يا أرحم الراحمين. اللهم صل وسلم على نبينا محمد. الحمد لله رب العالمين.